സന്തോഷമുണ്ട്, ഭയങ്കര പ്രൗഡാണ്. ഞാനതിനൊരു ക്യാരക്ടറോളാണ് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ചെയ്തു എന്നാണ് പുറമേ ഉള്ളൊരു ഫീഡ്ബാക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓഫ് കോഴ്സ് എന്നെ മുന്നേ ആളുകൾ കണ്ടിട്ടുള്ളത് ഒരു പക്ഷേ തമാശ അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഭയങ്കര അങ്ങനത്തെ ഒരാളായിട്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് ഞാൻ ഇവരുടെയൊക്കെ സീനിയറാണ്, അശ്വതിൻ്റെയും ബാസിയുടെയൊക്കെ സീനിയറാണ്. കുറച്ചും കൂടി ചെയർമാനായിരിക്കുന്ന സമയത്തുള്ള മെച്യൂരിറ്റിയും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം അതിനെ അങ്ങനെ കാണാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ലേ, നമുക്ക് ഫൈനൽ പ്രഡിക്ഷൻ ഒന്നും ആകാറായില്ല. ആഗ്രഹം ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് പ്രഡിക്ഷൻ ആകില്ല. ഇതിൽ ആഗ്രഹമൊക്കെ ഉണ്ട്. കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ആളുകൾ വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് തവണ വരട്ടെ എന്ന് ആഗ്രഹിക്കുക. കാരണം മെയിലും ഫീമെയിലൊക്കെ അത്യാവശ്യം നല്ല നമ്പേഴ്സ് ഓഫ് ആൾക്കാർ ബിഗ് ബോസിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമുക്ക് കുറച്ചും ഡിഫറൻ്റ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ അഗ്രസീവായിട്ടുള്ള ഹീറോസിനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നല്ലോ എല്ലാ ഈ പ്രാവശ്യം അതുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, മലയാളി പ്രേക്ഷകരില്ല, അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മലയാളി ഓഡിയൻസ്. അപ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന അഗ്രസീവായിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഒരു സപ്പോർട്ട് അത് ഭയങ്കര മാസമാണ്. അത് നമ്മുടെ അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഒന്നും കൂടി ചിന്തിക്കണം. പക്ഷേ അതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. അതിനപ്പുറത്തേക്ക് ഉള്ള മനുഷ്യർക്കൊന്നും വലിയ സ്പേസ് കിട്ടാൻ സാധ്യത കുറവുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയ കാര്യമായിരിക്കാം. ഒന്ന് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ ഇപ്പോഴും ഒരു അല്ലെങ്കിൽ അതിലൊക്കെ ഒരു ഭയങ്കര ഹൈപ്പ് കിട്ടിയ ആളുകളൊക്കെ തന്നെ അവരുടെ അഗ്രസീവ്നെസ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. താങ്ക് യു. ഞാൻ കാണണമെന്ന് പരിചയപ്പെട്ടെന്ന് ആഗ്രഹിച്ച ആളാണ്. പിന്നെ അഫ്കോഴ്സ് കാണാറുണ്ട്. അതെ, അഫ്കോഴ്സ് വേണം. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി. ഞാനത് കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു മൂവിയാണ്. വി ഹാവ് ഡൺ അവർ പാർട്ട്. ഇനി ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. ഈ സിനിമയുടെ എല്ലാ എലിമെൻസും ഉണ്ട്, ക്യാമ്പസ് ത്രില്ലർ എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, എല്ലാവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു. പ്രേക്ഷകരായിട്ട് വളരെ മനോഹരമായിട്ട് തോന്നുന്നു, സന്തോഷമായിരുന്നു. നല്ലൊരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ പുതിയ യുവാക്കൾ അവർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ ചില താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ചില വാരിക്കുഴിയിൽ ചെന്ന് പെട്ടുവീഴുന്ന ആ ഒരു അവസ്ഥ, അത് മനസ്സിലാക്കാൻ നമുക്കൊരു ഗുണപാഠമാണ്, ഒരു സന്ദേശമുണ്ട്. കുഴപ്പമില്ല, ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്. സന്തോഷം. പ്രേക്ഷകരായിട്ട് കണ്ടപ്പോൾ നല്ല അനുഭവമാണ്. ഞാൻ ഉദ്ദേശിച്ചേക്കാളും 10 ഇരട്ടി വന്നിട്ടുണ്ട്, ഉദ്ദേശിച്ചേക്കാളും 10 ടൈംസ് വന്നിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകർ നല്ല മൂവിയാണ്. ഒരു യൂത്തിന് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥയുണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല ക്യാമറ വർക്കാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡയറക്ഷൻ സൈഡ് തന്നെ. ഇതൊരു പോലീസ് ഓഫീസറാണല്ലോ ഡയറക്ടർ. അദ്ദേഹം ഒരു ഇരുത്തം വന്ന ഡയറക്ടറെ പോലെ പടം ചെയ്തിട്ടുണ്ട്. നല്ല പടം. ബാക്കി പ്രേക്ഷകരല്ലേ പറയേണ്ടത്, അവർ പറയട്ടെ. എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി നന്നായി, 10 ടൈംസ്. ബാക്കി പ്രേക്ഷകർ പറയട്ടെ. മൂവി കുഴപ്പമില്ല, എനിക്ക് വർക്കൗട്ട് ആയില്ല. ബട്ട് നാദിറേനെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ലാതെ നാദിറ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അതൊരു ക്രൈം ത്രില്ലറൊക്കെയാണ്. ഒരു കോളേജ് ക്യാമ്പസ് പശ്ചാത്തലത്തിലുള്ള ഒരു ചെറിയൊരു ക്രൈം ത്രില്ലറാണ്. നല്ലൊരു സ്റ്റോറി ലൈൻ ആയിരുന്നു, പക്ഷേ അത് വേണ്ട രീതിയിൽ നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തില്ല.